ടസർ, വൺ ഓഫ് ദ പോപ്പുലർ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണല്ലേ. എൻ്റെ കയ്യിലിരിക്കുന്നതും ടസറിൻ്റെ കുറച്ച് സാരീസാണ് കേട്ടോ. എല്ലാം നല്ലൊരു യൂണിക് ഷെയ്ഡ്സാണ്. ഞാൻ വേറെ ഇതിരിക്കുന്ന ബ്ലാക്കും ടസറിലാണ് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഒരു ഫുള്ളി നല്ലൊരു പ്രിൻറ്റഡ് പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റ് സാരിയാണ്, നമുക്ക് ഉടുത്തെടുക്കാനും നല്ല ഈസി ആയിട്ടുള്ളൊരു മെറ്റീരിയലും കൂടിയാണ്. ആൻഡ് ത്രൂ ഔട്ട് ദ ബോഡി നമുക്ക് ഫുള്ളും ഒരു പ്രിൻറ്റഡ് പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പർ പോർഷനിലും ലോവർ പോർഷനിലും സെറിയുടെ ഒരു ബോർഡർ, കുറച്ച് വിക്റ്റായിട്ട് വരുന്നൊരു ബോർഡറിങ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് ഇതാണ് പല്ലു. പല്ലുവിലൊരു ഡാർക്ക് ടോണിൻ്റെ ഒരു ബ്ലൂവിൻ്റെ ഒരു പ്രിൻറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ. അതിലും ഒരു സ്ട്രൈപ്സ്, സെറിയുടെ തന്നെ ഒരു സ്ട്രൈപ്സ് പാറ്റേണും കൂടെ വരുന്നുണ്ട്. ആൻഡ് സെൽഫ് ടാസിൽസും കൂടെ വരുന്നുണ്ട്. ഒരു ക്ലാസി ലുക്ക്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ്. ബ്ലൗസ് പീസിൽ തന്നെ നമുക്ക് ഒരു സെറിയുടെ ഒരു വീവിങ് കൂടെ വരുന്നതുണ്ട്. പ്ലെയിൻ അല്ല ബ്ലൗസ് പീസ്, പ്രത്യേകിച്ച് വർക്കിൻ്റെ കാര്യൻ്റെ ആവശ്യമില്ല. ഒരു വൈഡ് വീനെക്കൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ ബെസ്റ്റ് ആയിരിക്കും. ഇതാണ് ബ്ലൗസ് പീസ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഇത് നമുക്ക് പ്യുവർ ടസർ ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ഇതിലും സെയിം ആ ഒരു അപ്പർ പോർഷനിലും ലോവർ പോർഷനിലും ബോർഡറിന് സെറിയുടെ വരുന്നുണ്ട്. ഇത് അടുക്കി കുത്തി കൊടുക്കാനും ഒരു ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്. പ്ലീറ്റ്സ് എടുത്താലും ഒതുങ്ങി കിടക്കുന്നതാണ്. അതിൻ്റെ ഒരു ബ്ലാക്കാണ് ഞാനിപ്പം വേറെ ഇരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് പ്ലീറ്റ്സ് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഒതുങ്ങുന്ന ഒരു മെറ്റീരിയലാണെന്ന്. ഇതിലും ഫുള്ളി ഒരു ഫ്ലോറലിൻ്റെ ഒരു പ്രിൻറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ കൊണ്ടുവന്നത്. ഫ്ലോറലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സിക്സ് ആറ്റ് പാറ്റേണും കൂടെ വരുന്നുണ്ട്. ബോഡി ത്രൂ ഔട്ട് അതാണ് വരുന്നത്. ആൻഡ് ഇതാണ് പല്ലു. പല്ലുവിലും ആ ഒരു സെറിയുടെ ഒരു വീവിങ് ആണ് വരുന്നത്. ബോർഡർ അത് സ്ട്രൈപ്സിലൊരു സെറിയുടെ ഒരു വീവിങ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ. ബ്ലൗസ് പീസിൽ ആ സെറിയുടെ തന്നെ വീവിങ് വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഓറഞ്ച്. എനിക്കൊന്ന് പ്ലീറ്റ്സ് എടുത്ത് നമ്മൾ ഉടുക്കുന്നതിനേക്കാളും വൺ ലെയർ ഇടുന്നതായിരിക്കും ഭംഗി. വൺ ലെയർ ഇട്ടാൽ ആ സാരിയുടെ ഭംഗി എന്തോ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പ്ലീറ്റ്സ് എടുത്താൽ ഒത്തിരി അങ്ങ് ഒതുങ്ങിപ്പോകുന്നൊരു ഫീലായിരിക്കും. ഇതിലും നമുക്ക് കോപ്പറിൻ്റെ സെറിയുടെ ഒരു ബോർഡറിങ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ പല്ല്. ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ്. ഇതിൽ ബ്ലൗസ് പീസ് നമുക്ക് സോളിഡ് ബ്ലൗസ് പീസിൻ്റെ ബോഡി പോർഷൻ വന്നിട്ട് പ്ലെയിൻ വന്നിട്ട് ആ ഒരു കോപ്പറിൻ്റെ തന്നെ ബോർഡറിങ് കൂടെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ നല്ല ഭംഗിയായിരിക്കും. സ്ലീവ്ലെസ് ഇടുന്നവർക്കാണ് കേട്ടോ ഓപ്ഷൻ പറഞ്ഞത്. സ്ലീവ്ലെസ് അല്ലെങ്കിലും ഈ ഒരു ബോർഡറിങ് ഡീറ്റെയിൽ സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താലും ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് വർക്കിൻ്റെ ആവശ്യം വരുന്നില്ല. ഓൾറെഡി ഇത്രയും ഒരു റിച്ച് ലുക്ക് തരുന്ന സാരി ആണല്ലോ. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക്. ഞാനിന്നൊരു ബ്ലാക്ക് തന്നെ അങ്ങ് പിക്ക് ചെയ്തു. അപ്പം ബ്ലാക്ക് ആകുമ്പം എല്ലാവരുടെയും എവറി ടൈം ഫേവറേറ്റ് ഷെയ്ഡായിരിക്കുമല്ലോ. പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഇതിൽ നമുക്കൊരു സിക്സ് ആറ്റ് പാറ്റേണിലും ഒരു ഫ്ലോറൽ പാറ്റേണൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ബോർഡറിങ് ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരു സെറിയുടെ തന്നെ ബോർഡറിങ് ആണ് വന്നിട്ടുള്ളത്. അതെ, സെറിയുടെ ഒരു ടിൻറ്റ് വരുന്നുണ്ട്. ആൻഡ് ഇതാണ് പല്ലു. പല്ലിലും ആ സെറിയുടെ തന്നെ സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. എനിക്കിത് ബ്ലൗസിൽ പ്ലെയിൻ ബ്ലൗസാണ് കേട്ടോ, പ്രത്യേകിച്ച് വർക്കില്ല. ബ്ലൗസിനുള്ളിൽ ഞാൻ ഇൻസേർട്ട് ചെയ്തിരിക്കുക. പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത്. പക്ഷേ എനിക്ക് ഈ ബോർഡറിങ് ഡീറ്റെയിൽ വരുന്നുണ്ട് ബ്ലൗസിൽ കേട്ടോ. ആൻഡ് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്കും താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോഡ് വരുന്നത് MNH453. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 6599 എന്നാണ്. അപ്പം ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. സെമി സിൽക്കിൽ ടെസർ ഫിനിഷിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റ്. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ആൻഡ് ബോഡിയിൽ നമുക്ക് സബ്ലിമേഷൻ്റെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ആൻഡ് സാറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ബോട്ടം, ദുപ്പട്ടയും സെമി സിൽക്കിൽ ടെസർ ഫിനിഷിൽ വന്നിട്ടുള്ള ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് നമുക്ക് ഒരു സബ്ലിമേഷൻ്റെ പ്രിൻ്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ടാസിൽസ്. ആൻഡ് രണ്ട് സൈഡിലും ഒരു സറി വീവിങ് സ്റ്റൈൽ ബോർഡറിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. ഇതിലും നമുക്ക് സബ്ലിമേഷൻ്റെ പ്രിൻ്റ് ഡീറ്റെയിലിംഗ് തന്നെ ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ ലുക്ക്.
ഒരു ഒക്കേഷണൽ സെമി ഒക്കേഷണൽ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കളക്ഷൻ. സൈറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ബോട്ടം. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ടോപ്പ് കുറച്ച് സോളിഡായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ദുപ്പട്ടയാണ് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. സൈറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ബോട്ടം ഒരു ഗോൾഡൻ ഓർണമെൻറ്റ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് തരും, കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കും. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ്. SP189 എന്ന കോഡിൽ 1599 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ്. ടസർ എപ്പോഴും ഒരു മോസ്റ്റ് ഓഫ് ദ ഫേവറേറ്റ് മെറ്റീരിയൽ ആയിരിക്കും അല്ലേ. കൂടുതലും നമ്മൾ ടസർ എന്ന് കേൾക്കുമ്പോൾ എക്സ്പെൻസീവ് ആണെന്നേ നോക്കത്തുള്ളൂ. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സൽവാർ സെറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ കളക്ഷനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സെമി ടസർ ഫിനിഷാണ് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ്, നല്ലൊരു ഒത്തിരി എല്ലാം വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്കർ പാലറ്റിലാണ് കേട്ടോ. ഇതാണ് ടോപ്പ്. ഇക്കത്തിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് ഇക്കത്തിൻ്റെ വീവിങ് പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. PVയിൽ വരുന്ന ബോട്ടം ആൻഡ് സെയിം സെമി ടസറിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയുടെ ഫോർത്ത് സൈഡിൽ നമുക്ക് സെറിയുടെ തന്നെ ഒരു ബോർഡറിങ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സെൽഫ് ടാസിൽസും കൂടെ കൊടുത്ത് ദുപ്പട്ട ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ലുക്ക് വരുന്നത് ഇതാണ്. ആൻഡ് സെക്കൻഡ് വരുന്നത് ദിസ് ആണ്. എല്ലാം ഒരു ഡാർക്കർ പാലറ്റാണ്. ഇതിൽ നമുക്കൊരു കോൺട്രാസ്റ്റിന് തന്നെ ഇക്കത്തിൻ്റെ വീവിങ് പാറ്റേൺ ആണ് കേട്ടോ കൊണ്ടുവരുന്നത്. സോളിഡായിട്ട് വന്നിരിക്കുന്ന PVയിൽ വന്നിട്ടുള്ള ബോട്ടം. നമുക്ക് ഇതിലും ഡബിൾ ടോൺ ഷെയ്ഡാണ് നമുക്ക് ദുപ്പട്ടയിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ഡബിൾ ഷെയ്ഡാണ്. ഒരു ലൈറ്റർ ടോണിൻ്റെ ഷെയ്ഡും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡാർക്കർ ഷെയ്ഡിൻ്റെ ടോണും വരുന്നുണ്ട്. ഇതിൽ നമുക്ക് സെൽഫ് ടാസിൽസ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് സെക്കൻഡ് ലുക്ക്. ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പം പാരൻസിനൊക്കെ ആണെങ്കിൽ ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ ആണെങ്കിൽ ഗിഫ്റ്റൊക്കെ അങ്ങനെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഇത് പ്രിഫർ ചെയ്യുന്നു. കാരണം നല്ലൊരു മെറ്റീരിയലാണ്. സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലും കാണാൻ നല്ലൊരു രസമായിരിക്കും. ഒരു യൂണിക് കളക്ഷനും കൂടെയാണ്. നിങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺ നിങ്ങൾക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൽ സോളിഡായിട്ട് വന്നിരിക്കുന്ന ബോട്ടം. ദുപ്പട്ടയുടെ എൻഡിൽ നമുക്ക് രണ്ട് സൈഡിലായിട്ട് സെയിം ഒരു സെറിയുടെ തന്നെ ബോർഡറിങ് ഡീറ്റെയിലിംഗ് കൂടെ വരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ആ സെയിം സെറിയുടെ തന്നെ ബോർഡറിങ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്, സ്ട്രൈപ്സ് ഡീറ്റെയിലിംഗ് ആയിട്ട്. ഇതിൽ കണ്ടോ ആ സെയിം ഒരു ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട്. ഉള്ളിലോട്ട് പോകുമ്പോൾ ഗ്രീൻ ഷെയ്ഡിനെ ലൈറ്റ് ചെയ്തൊരു പിസ്ത ഒരു ഗ്രീൻ ഷെയ്ഡിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കോൺട്രാസ്റ്റിൻ്റെ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് തന്നെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു ലൈറ്റായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് തേർഡ് ലുക്ക് വരുന്നത്. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ഇത് നമ്മൾ മെറ്റീരിയൽ കാണുന്നത് പോലെയല്ല, സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇട്ട് കഴിയുമ്പോഴേ അതിൻ്റെ ഭംഗി സീരീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒരു 3/4 സ്ലീവ്സൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് വൈഡ് നെക്കൊക്കെ കൊടുത്ത് യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്താലും നല്ല രസമുള്ള മെറ്റീരിയലുകളാണ്. കാഷ്വൽ യൂസിന് നമുക്ക് ഡെയിലി വെയർ യൂസിനൊക്കെ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടെയാണ്. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ കോഡ് വരുന്നത് SP178 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ളത് 1999 ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഔട്ട് www.aham.store.